Welcome to Fine Tune Your English Grammar class. So today's portion is question tags. What are question tags? ഇംഗ്ലീഷ് ഗ്രാമറിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്സ് എന്നാണ് നമ്മൾ ആദ്യം കാണുവാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ അറ്റാച്ച്ഡ് വിത്ത് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു സാധാരണ വാചകത്തോട് എപ്പോഴും കൂടിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. ദേ ആർ സ്മോൾ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ടാഗ്സ് എപ്പോഴും ചെറിയ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്. ആ ചോദ്യങ്ങൾക്ക് സാധാരണ ചോദ്യങ്ങളെ പോലെ ഒരു വ്യക്തമായ ഘടന ഉണ്ടായിരിക്കുകയില്ല. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്ക് നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു സാധാരണ വാചകത്തോട് ചേർന്ന് നിൽക്കുന്നു, ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ്, ആ ചോദ്യത്തിന് ഒരു സാധാരണ ചോദ്യത്തെ പോലെയുള്ള ഘടന ഉണ്ടായിരിക്കുക ഇല്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇവിടെ ഒരു ഉദാഹരണം നമുക്ക് കാണാം. ദേ ആർ റീഡിംഗ് നോവൽസ്. ദേ ആർ റീഡിംഗ് നോവൽസ് എന്നത് ഒരു സാധാരണ വാചകമാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. സോ ചെറിയ ഒരു ചോദ്യമാണ്. അത് ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറയുന്നതിന് കാരണം അതിന് സാധാരണ ചോദ്യത്തെ പോലെ ഒരു വ്യക്തമായ ഘടന ഇല്ല. ഈ മൂന്ന് പോയിന്റുകളും ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ ടാഗ്സ് രണ്ടായിട്ട് തിരിക്കാം. ഡിവിഷൻ ഓഫ് ക്വസ്റ്റ്യൻ ടാഗ്സ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. എന്താണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നോക്കാം. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കില്ല എങ്കിൽ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ടാഗ് അറിയപ്പെടുന്നതാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഉദാഹരണം തന്നിരിക്കുന്നത് നോക്കുക. ആർ ദേ. അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക് നോയോ നോട്ട് തുടങ്ങിയ വാക്കുകളൊന്നും ഇല്ല. സെക്കൻഡ് വൺ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. എന്താണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്? സോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക് കാണും. ഇവിടെയുള്ള നെഗറ്റീവ് വാക്കാണ് നോട്ട്. അതിന്റെ ഷോർട്ട് ഫോം ആണ് N'. Then next topic, auxiliary verbs. എന്താണ് ഓക്സിലറി വെർബ്സ്? മലയാളത്തിൽ പറയുമ്പോൾ സഹായക ക്രിയ, സഹായക ക്രിയകൾ. So auxiliary verbs are two types: primary auxiliary verbs, modal auxiliary verbs. Auxiliary verbs can be divided into two: primary auxiliary verbs and modal auxiliary verbs. Auxiliary verbs are in 24 in number. 24 എണ്ണമാണ് ഓക്സിലറി വെർബ്സ് ഉള്ളത്. അതിൽ 11 എണ്ണം പ്രൈമറി ഓക്സിലറി വെർബ്സ് എന്നും 13 എണ്ണം മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുമ്പോൾ ഓക്സിലറി വെർബ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സോ ആദ്യം നമ്മൾ പ്രൈമറി ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണ് എന്നാണ് കാണുന്നത്. പ്രൈമറി ഓക്സിലറി വെർബ്സ്. പ്രൈമറി ഓക്സിലറി വെർബ്സ് ഇൻക്ലൂഡ്സ് 3 families. 3 ഫാമിലികളാണ് ഇതിനകത്തുള്ളത്. ദ ഫസ്റ്റ് ഫാമിലി ഈസ് നോൺ ആസ് ബി ഫാമിലി. ഒന്നാമത്തെ ഫാമിലി അറിയപ്പെടുന്നത് ബി ഫാമിലി എന്നാണ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അംഗങ്ങളാണ് ഈസ്, ആർ, ആം, വാസ്, വെയർ. സോ ടോട്ടൽ 5 ആർ ദെയർ. സെക്കൻഡ് ഫാമിലി ഈസ് നോൺ ആസ് ഡു ഫാമിലി. ഡു, ഡസ്, ഡിഡ് എന്നിവയാണ് അംഗങ്ങൾ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഡു, ഡസ് എന്നീ അംഗങ്ങൾ സിമ്പിൾ പ്രസന്റിലും ഡിഡ് എന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് വരുന്നത്. ഒരു വെർബിന്റെ സിമ്പിൾ പ്രസന്റ്, അതായത് ഫസ്റ്റ് രൂപം V1 എന്നറിയപ്പെടുന്ന ഫസ്റ്റ് രൂപത്തിനുള്ളിലായിരിക്കും ഡൂവും ഡസും ഉണ്ടായിരിക്കുക. ഡിഡ് ഒരു വെർബിന്റെ രണ്ടാമത്തെ രൂപം സിമ്പിൾ പാസ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദ തേർഡ് ഫാമിലി ഈസ് നോൺ ആസ് ഹാവ് ഫാമിലി. സോ ഹാവ് ഫാമിലിയിൽ 3 മെമ്പേഴ്സ് ആണുള്ളത്. ഹാസ്, ഹാവ്, ഹാഡ്. 3 മെമ്പേഴ്സ് ആണ് ഹാവ് ഫാമിലിയിൽ ഉള്ളത്. സോ പ്രൈമറി ഓക്സിലറി വെർബ്സിൽ 3 ഫാമിലികളാണുള്ളത്. ബി ഫാമിലി, ഡു ഫാമിലി, ഹാവ് ഫാമിലി. ഈ 3 ഫാമിലിയിലും കൂടെ ടോട്ടൽ 11 ഓക്സിലറി വെർബ്സ് ആണ് ഉള്ളത്.
second division is modal auxiliary verbs. Modal auxiliary verbs are in 13. 13 എണ്ണമാണ് modal auxiliary verbs ഉള്ളത്. They are, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Will, would, shall, should, can, could, may, might, must, dare, need, used to, ought to. ഇത്രയുമാണ് മോഡൽ ഓക്സിലറി വെർബ്സിലുള്ള 13 അംഗങ്ങൾ. സോ പ്രൈമറി ഓക്സിലറി വെർബ്സിലെ 11 അംഗങ്ങളും മോഡൽ ഓക്സിലറി വെർബ്സിലെ 13 അംഗങ്ങളോടെ ചേർന്ന് കഴിയുമ്പോൾ ടോട്ടൽ 24. ക്വസ്റ്റ്യൻ ടാഗ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഈ 24 എണ്ണവും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പേഴ്സണൽ പ്രൊനൗൺസ്. അടുത്ത ഒരു പ്രധാന ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് പേഴ്സണൽ പ്രൊനൗൺസ്. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമത്തിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രോനൗൺ. ഇവിടെ പേഴ്സണൽ പ്രൊനൗൺസ് ആയി 7 എണ്ണമുണ്ട്. ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ. ഈ 7 എണ്ണമാണുള്ളത്. ഒരു നാമത്തിന് പകരമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതും ക്വസ്റ്റ്യൻ ടാഗിൽ വളരെയധികം അത്യാവശ്യമുള്ളതാണ്. ബോൾ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിന് പകരം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പേഴ്സണൽ പ്രൊനൗൺ ആണ് ഇറ്റ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് കീ പോയിന്റ്സ്. ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് എന്തെല്ലാം? ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്കിനകത്തെ മെയിൻ പോയിന്റുകളാണ് ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ മെയിൻ പോയിന്റ്, ദ ഫസ്റ്റ് മെയിൻ പോയിന്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ക്വസ്റ്റ്യൻ ടാഗിന്റെ സ്ട്രക്ചർ ഈ രീതിയിലായിരിക്കും. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ്, ഇതായിരിക്കും അതിന്റെ ഘടന എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ തേർഡ് പോയിന്റ് ഈസ് സബ്ജക്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗ് പ്രോനൗൺ. ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ സബ്ജക്റ്റ് എപ്പോഴും പ്രോനൗൺ ആയിരിക്കും. എന്താണ് പ്രോനൗണും ഏതൊക്കെയാണെന്നുള്ള കാര്യം 7 എണ്ണം പേഴ്സണൽ പ്രോനൗൺസിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നാലാമത്തെ പോയിന്റ്, ക്വസ്റ്റ്യൻ മാർക്ക് അറ്റ് ദ എൻഡ്. അവസാനം ചോദ്യചിഹ്നം ഇടുവാൻ മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്വസ്റ്റ്യൻ ടാഗ്. The fifth point is negative words. No, not, never, nothing, hardly, rarely, scarcely, little, few, seldom, no one, nobody, none. ഈ നെഗറ്റീവ് വേർഡുകളിൽ ഏതെങ്കിലും തന്നിരിക്കുന്ന വാചകത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വാചകം നെഗറ്റീവ് ആയിരിക്കും, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ വാക്കുകൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്, നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ആറാമത്തെ പോയിന്റ്, ഓക്സിലറി വെർബിനെ നെഗറ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വ്യത്യാസമുള്ള 24 എണ്ണത്തിൽ വ്യത്യാസമുള്ള 4 ഓക്സിലറി വെർബുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഒന്ന്, ആം പ്ലസ് നോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആമിൻ്റെ എന്നല്ല ആറിൻ്റെ എന്നാണ് മാറുന്നത്. വിൽ പ്ലസ് നോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വോണ്ട് എന്ന വാക്കിലേക്കാണ് മാറുന്നത്. ഷാൽ പ്ലസ് നോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഷാൻഡ് എന്ന വാക്കിലേക്കാണ് മാറുന്നത്. യൂസ്ഡ് ടു പ്ലസ് നോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിഡിൻറ്റ് എന്ന വാക്കിലേക്ക് മാറും. ഈ 4 വ്യത്യാസങ്ങളും 24 ഓക്സിലറി വെർബുകളിൽ വ്യത്യാസമുള്ള 4 എണ്ണം കൃത്യമായി മനസ്സിലാക്കിയിരിക്കും. സെവൻത് വൺ, എക്സെപ്ഷൻസ് ഓൺ ഡിഫറെന്റ് സബ്ജക്റ്റ്. ചില എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും. ഉദാഹരണം, സബ്ജക്റ്റ് ദിസ് ഓർ ദാറ്റ് വന്നാൽ സ്വാഭാവികമായും ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ഇറ്റ് എന്നായിരിക്കും. സബ്ജക്റ്റ് ദീസ് ഓർ ദോസ് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ദേ എന്നായിരിക്കും. അപ്പോൾ ഈ സബ്ജക്റ്റിന്റെ കാര്യത്തിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ഹിയർ യു ഗെറ്റ് ആൻ എക്സാമ്പിൾ. നമ്മൾ ഈ പിക്ചറിൽ നോക്കുമ്പോൾ ഒരു എക്സാമ്പിൾ കാണാവുന്നതാണ്. യു ആർ ഹംഗ്രി. സോ യു ആർ ഹംഗ്രി എന്ന സെന്റൻസ് എന്ന വാചകം പോസിറ്റീവ് ആണ്.
സോ അതുകൊണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആർ ഇൻ ടു എന്നാണ്. ആർ എന്ന ഓക്സിലറി വെർബിനെ നെഗറ്റീവിലേക്കാക്കി മാറ്റി ആറിൻ്റെ എന്നായി. സബ്ജക്റ്റ് അതേപടി എടുത്തെഴുതി, യു ആണ്, നൗൺ അല്ല, ഒരു പ്രോനൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതേപടി നമുക്ക് എടുത്തെഴുതാൻ സാധിക്കും. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന കാര്യം മറന്നു പോകരുത്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ വാചകം നെഗറ്റീവാണ്. ഹാസിൻറ്റ് ഈറ്റൻ ഓൾ ദ കേക്ക് എന്നാണ്. ഷീ ഹാസിൻറ്റ് ഈറ്റൻ ഓൾ ദ കേക്ക്. സ്വാഭാവികമായി തന്നിരിക്കുന്നതിൽ നിന്ന് പോസിറ്റീവ് ആക്കി മാറ്റുക. ഹാസിൻറ്റ് ഹാസ് ആയി മാറി, പ്രോനൗൺ അതേപടി എടുത്തെഴുതി ഷീ എന്ന്. സോ ഫൈനൽ ക്വസ്റ്റ്യൻ ടാഗ് ഹാസ് ഷീ. ഒരു പോസിറ്റീവിനും ഒരു നെഗറ്റീവിനുമുള്ള ഉദാഹരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നൗ വി മൂവ് ടു വർക്ക്ഷീറ്റ് റൂം. ഇപ്പോൾ പഠിച്ച എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വർക്ക്ഷീറ്റ് റൂമിലേക്കാണ്, അല്ലെങ്കിൽ ഒരു വർക്ക്ഷീറ്റിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം റോങ്. ഐ ആം റോങ് എന്ന വാചകത്തിന്റെ ക്വസ്റ്റ്യൻ ടാഗാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഐ ആം റോങ് എന്ന് പറഞ്ഞിരിക്കുന്ന വാചകം പോസിറ്റീവാണ്. സ്വാഭാവികമായി അടുത്ത സൈഡിൽ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ ആം പ്ലസ് നോട്ടാണ് വരുന്നത്. ആം പ്ലസ് നോട്ട് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ആറിൻ്റെ എന്നേ വരാവുള്ളൂ. ദെൻ പ്രോനൗൺ അതേപടി എടുത്തെഴുതുക. സോ ദ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ആറിൻറ്റ് ഐ. സെക്കൻഡ് വൺ, ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇവിടെ റൈറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്, അതായത് സിമ്പിൾ പ്രസന്റ് ഫോം നമുക്ക് പറയാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്സിലറി വെർബ് ഏതാണെന്നാണ്. ഡസ് എന്ന ഓക്സിലറിയെ നമ്മൾ കണ്ടുപിടിച്ചു. വാചകം പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കി മാറ്റുക, ഡസിൻ്റെ എന്നായി. സബ്ജക്റ്റ് ആയിട്ട് കിടക്കുന്നത് പ്രോനൗൺ തന്നെയാണ്. സോ സെയിം പ്രോനൗണിനെ എടുത്തെഴുതാം. സോ ദ ആൻസർ ഈസ് ഡസിങ് ഹി. ദ തേർഡ് വൺ, യു വിൽ ഹെൽപ്പ് മീ. ഇവിടെ വാചകം പോസിറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിനകത്ത് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ആയിട്ടാണ് വരേണ്ടത്. വിൽ പ്ലസ് നോട്ട് ഈസ് നോൺ ആസ് വോണ്ട്. സോ പേഴ്സണൽ പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത് യു. സോ ദ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ഓൺ യു. ദ ഫോർത്ത് വൺ, ഐ ആം നോട്ട് റൈറ്റ്. ഐ ആം നോട്ട് റൈറ്റിൽ വാചകം നെഗറ്റീവ് ആണ്. സ്വാഭാവികമായും ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ആം അതേപടി എടുത്ത് അപ്പുറത്തേക്ക് എഴുതി ആം. Then the subject I. So the question tag is am I. Then the fifth one, they have nothing. So വാചകം നെഗറ്റീവ് ആണ്, കാരണം നത്തിങ് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് നെഗറ്റീവ് വേർഡ് ആണ്. സ്വാഭാവികമായി ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സോ ക്വസ്റ്റ്യൻ ടാഗിലുള്ള ഫസ്റ്റ് ഓക്സിലറിയെ നമ്മൾ എടുത്തെഴുതി, ദാറ്റ് ഈസ് ഹാവ്. ദെൻ ദ സബ്ജക്റ്റ്. സോ ദ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ഹാവ് ദേ. ഈ എക്സാമ്പിൾസ് എല്ലാം ഇപ്പോൾ പഠിച്ചിരിക്കുന്ന എക്സെപ്ഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിൽ വെക്കണം. ഇത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. താങ്ക് യു ഓൾ.